the diagram in figure shows എന്താണ് forces F1 is equal to 5 Newton and F2 is equal to 3 Newton. Acting at point A and B respectively of a road pivoted at point O such that OA is equal to 2 meter and OB is equal to 4 meter. അപ്പം ഒരു മീറ്റർ ഇതാണല്ലേ, എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇത് അത് നൈഫ് എഡ്ജിൽ എന്താണ് പിവോട്ട് ചെയ്തത്, ഒരു പോയിന്റിൽ പിവോട്ട് ചെയ്തിരിക്കുകയാണ്. ആ പോയിന്റിനെ ഓന്ന് വിളിച്ചു. അപ്പം ഇപ്പം ഇതിന്റെ വെയിറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക? വെയിറ്റ് അതിന്റെ സെന്ററിൽ കൂടെ താഴോട്ടായിരിക്കും അല്ലേ? അപ്പം ഇവിടെ ഈ സൈഡിൽ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ സൈഡിൽ എത്ര ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു? F1 എന്ന് പറഞ്ഞാൽ 5 ന്യൂട്ടണും ഈ സൈഡിൽ എത്ര കൊടുത്തു? F2 എത്ര ന്യൂട്ടണാ? 3 ന്യൂട്ടണും കൊടുത്തു ആണല്ലോ. ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ എന്നുമാണ് പറയുന്നത് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് എന്താണ് പോയിന്റ്, മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓഫ് F1. അതായത് ഈ F1 എന്ന് പറയുന്ന ആള് ഇവിടെ കൊടുക്കുന്ന മൊമെന്റ് ഓഫ് ഫോഴ്സ് എത്രയായിരിക്കും? സിമ്പിൾ അല്ലേ? എന്താ നമുക്കറിയാം, മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈക്വൽ എന്താ? ഫോഴ്സ് ഡിസ്റ്റൻസ് ആണ്. അവിടുത്തെ ഫോഴ്സ് 5 × 2 എത്രയാ? 10 ന്യൂട്ടൺ മീറ്റർ ആണോ? ഇനി രണ്ടാമത്തേത് മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് എന്താണ്? മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് രണ്ടാമത്തെ ഫോഴ്സ് അതെത്ര? മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈക്വൽ എന്താ? ഇത് F1 × D ആണെങ്കിൽ ഇതെന്താ? F2 × D ആണ് ആണോ? F2 എത്രയാ? 3. ഡിസ്റ്റൻസ് എത്രയാ? 4. 3 × 2 എത്രയാ? 12 ന്യൂട്ടൺ മീറ്റർ ആണോ? ഇനി മൊമെന്റ് ഓഫ് ഫോഴ്സ് പറയുമ്പോൾ എപ്പോഴും എന്തും കൂടെ പറയണം, അതിന്റെ ഡയറക്ഷനും കൂടെ പറയണം എപ്പോഴും. നോക്കിയോ, ഈ ഫോഴ്സ് ഇങ്ങോട്ടാ, ഇത് ഏത് ഡയറക്ഷനാ? ഇങ്ങനെ പോകുന്നത് ഏത് ഡയറക്ഷനാ? ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഈ 10 ന്യൂട്ടൺ മീറ്റർ ഇൻ ആന്റി ക്ലോക്ക് വൈസ് കൊടുക്കണം. ആന്റി ക്ലോക്ക് വൈസ് കൊടുത്താലേ ശരിയാത്തുള്ളൂ. അതേപോലെ തന്നെ ഈ F2 എങ്ങോട്ടാ ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ടാ. ഇത് എന്ത് ഡയറക്ഷനാ? ക്ലോക്ക് വൈസ്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് എന്ന് കൊടുത്തിരിക്കണം. ഇനി നോക്കിയോ, ഇനി നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഫോഴ്സ്, അതായത് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓഫ് 2 ഫോഴ്സ് എബൌട്ട് O, 2 ഫോഴ്സ് എബൌട്ട് O എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ? നോക്കിയോ, അതായത് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓഫ് 2 ഫോഴ്സസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? F1 × 2 പ്ലസ് എന്താ? F2 × എത്രയാ? 3 ആണ്. F1 എന്ന് പറയുമ്പോൾ 5 × 2 പ്ലസ് എത്രയാ? 2 ന്യൂട്ടൺ മീറ്റർ ആണ് അല്ലയോ? അല്ല, ഇവിടെ നെറ്റ് നമുക്ക് നോക്കാം. റിസൾട്ടൻ്റ് അല്ലേ വേണ്ടേ? ഓക്കെ കുഞ്ഞുങ്ങളെ, ഇവിടെ ഒന്ന് നോക്കിയാൽ നമ്മൾ സാധാരണ ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തോ ചെയ്യേണ്ടത്? ആഡ് ചെയ്യുക ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൃത്യം സെൻട്രൽ പോയിന്റ് ആണെങ്കിൽ, സെൻട്രലാണ് പിവോട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ശരിക്കും ആർക്കായിരിക്കും കൂടുതൽ? എങ്ങോട്ടേക്കായിരിക്കും ടേൺ ഉണ്ടാകുന്നത്? ഞാനത് പറയാം. വേണ്ട, നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിയേ. ഞാൻ ഇത് സെൻട്രലാണ് പിടിക്കുന്നതെങ്കിൽ നോക്കിയോ, ഇവിടെ സെൻട്രലാണ് പിടിക്കുന്നതെങ്കിൽ എനിക്ക് കൃത്യം എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഇവിടുത്തെ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണോ? എന്നാൽ ഇതിപ്പോൾ എവിടെ നിൽക്കുന്നത്? ഇങ്ങനെ ഈ സൈഡിലാണ് നിൽക്കുന്നത്. ഞാൻ കൈ വിട്ടാൽ എങ്ങനെ വരും? ഇങ്ങനെ വരും ഇല്ലേ? അപ്പം ഈ ഡയറക്ഷൻ എന്ത് ഡയറക്ഷനാണ്?
ക്ലോക്ക് വൈസ്. അപ്പോൾ റിസൾട്ടന്റ് ക്ലോക്ക് വൈസ് റിസൾട്ടന്റ് ഡയറക്ഷൻ ഏതായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ രണ്ടുപേരുടെയും കൂടെ നോക്കുവാണെങ്കിൽ എടാ ഇപ്പം ഈ രണ്ട് വെയിറ്റ് ആക്ട് ചെയ്തിട്ട് ഞാൻ ഈ കൈ വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഒരിടത്ത് എന്താ, ഒരിടത്ത് 5 ന്യൂട്ടണും ഒരിടത്ത് എത്രയാണ് 3 ന്യൂട്ടണോ 3 ന്യൂട്ടണോ. ഞാൻ കൈ വിട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടേക്കായിരിക്കും ഇത് പോകാൻ സാധ്യത? ഞാൻ കൈ വിട്ട് കഴിഞ്ഞാൽ എവിടെ ന്യൂട്ടൺ മീറ്റർ കൂടുതൽ, ടോർക്ക് എവിടെ കൂടുതൽ, ഏത് സൈഡിലാണ് കൂടുതൽ? ഈ സൈഡിലാണോ ഈ സൈഡിലാണോ? ഈ സൈഡിലാണ് കൂടുതൽ. അപ്പം ഞാൻ കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടേക്ക് പോകും? ഇതിങ്ങനെ പോകും ആണല്ലോ. ഓക്കെ, അപ്പം ഇത് നേരെ നിർത്താൻ വേണ്ടി ഇവിടെ എത്ര ന്യൂട്ടൺ വേണമായിരുന്നു? ഇവിടെ 10 ന്യൂട്ടണാണ്, ഇവിടെയും 10 ന്യൂട്ടൺ വന്നു കഴിഞ്ഞാൽ ഇത് നേരെ നിന്നേനെ. മനസ്സിലായോ? ഇപ്പം ഇവിടെ എത്ര ന്യൂട്ടൺ കൂടുതലാണ്? 2 ന്യൂട്ടൺ കൂടുതലാണ്. അപ്പോൾ അതാണ് റിസൾട്ടന്റ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കൂടിയ എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് മൈനസ് കുറഞ്ഞ മൊമെന്റ് ഓഫ് ഫോഴ്സ് വേണം ചെയ്യാനായിട്ട്. അതെന്തുകൊണ്ടാണ്? അത് സെൻട്രൽ പോയിന്റ് അല്ലാത്തതുകൊണ്ടുമാണ്. മനസ്സിലായോ? സെൻട്രൽ പോയിന്റിലല്ല ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇച്ചിരി മാറിയിട്ടാണ്. അതുകൊണ്ടാണ് ആ ആൻസർ അങ്ങനെ വന്നത്. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാമോ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരും. നോക്കിയോ, അതായത് നമ്മൾ സാധാരണ ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇങ്ങനെയാണ് നിർത്തുന്നതെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നോക്കിയോ. ഇതുണ്ട്, ഇപ്പം ഇത് നടുക്കാണ് ഞാനിത് ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇവിടെ പിവോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഇവിടെ ഞാൻ ഒരു ഫോഴ്സ് തൂക്കിയിട്ടുണ്ട്, ഇവിടെ ഞാൻ ഒരു ഫോഴ്സ് തൂക്കിയിട്ടുണ്ട്, എന്നിട്ടും ഇത് നടുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ അതിനർത്ഥം എന്തുവാ? അപ്പോൾ അവിടുത്തെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ടോട്ടല് അതായത് ഇപ്പുറത്തെ ഈക്വൽ ആണ് അർത്ഥം അല്ലേ? അപ്പം ഇവിടത്തെ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഇവിടെ തൂക്കിയിട്ട ഫോഴ്സ് ഇൻറ്റു ഇവിടെ തൂക്കിയിട്ട് ലെഫ്റ്റ് സൈഡ് തൂക്കിയിട്ട ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്റ്റൻസ്, അതാണല്ലോ നമ്മുടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഇപ്പം ഇവിടുത്തെ അവസ്ഥ ഞാൻ തന്നെ ഇതിനെ ഇങ്ങോട്ട് നീക്കി, അതായത് കുറച്ച് നടുക്കുന്ന് ലെഫ്റ്റിലോട്ട് നീക്കിയാണ് പിവോട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെയും ഒരു വെയിറ്റ് ഫോഴ്സ് കൊടുത്തു, ഇവിടെയും ഞാനൊരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ, അപ്പം ഇവിടുത്തെ മാത്രം മൊമെന്റ് ഓഫ് ഫോഴ്സ് നോക്കിയപ്പം ഇവിടുത്തെ 5 ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് 2 ചെയ്തപ്പോൾ 10 ന്യൂട്ടൺ മീറ്റർ കിട്ടി. അപ്പോൾ ഇങ്ങോട്ട് 10 ന്യൂട്ടൺ മീറ്ററും ഇവിടെ 3യും ഈ ഡിസ്റ്റൻസ് 4ഉം ആയതുകൊണ്ട് ഇങ്ങോട്ട് 12 ന്യൂട്ടൺ മീറ്ററും കിട്ടി. ഇവിടെ ഏത് ന്യൂട്ടൺ മീറ്റർ ആണ് കൂടുതൽ, എവിടെയാണ് കൂടുതൽ? എങ്ങോട്ടാണോ കൂടുതൽ ആ ഡയറക്ഷൻ ആണ് റിസൾട്ടന്റ് ഡയറക്ഷൻ്റെ ഡയറക്ഷൻ. അപ്പം ഇങ്ങോട്ടല്ലേ കൂടുതൽ, അപ്പം ക്ലോക്ക് വൈസ് ആയിരിക്കും ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ആണോ? ഇൻഡിവിജ്വലി നോക്കുമ്പോഴല്ല, അല്ലാതെ നോക്കുമ്പോൾ. ഓക്കെ ആണല്ലോ. ഇനി റിസൾട്ടന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓഫ് 2 ഫോഴ്സ്, ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ 2 ന്യൂട്ടൺ. അപ്പോൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇത് സെൻട്രൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയാണോ കൂടുതൽ അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എവിടെയാണോ കൂടുതൽ മൊമെന്റ് ഓഫ് ഫോഴ്സ്? എത്ര കൂടുതൽ? അതായിരിക്കും റിസൾട്ടന്റ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്. ആണോ? 10ന്റെ കൂടി ഇവിടെ എത്ര കൂടുതലുണ്ട്? 2 കൂടുതലുണ്ട് ഇല്ലേ? 10ഉം 10ഉം ഇവിടെ വന്നായിരുന്നു എന്ത് ചെയ്തേനെ? അത് ചിലപ്പം ഏതാണ്ട് എങ്ങോട്ട് പോവാതെ ഇങ്ങനെ നിന്നേനെ. പക്ഷെ ഇപ്പൊ ഇവിടെ എങ്ങോട്ട് ടേൺ ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് ടേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ടേൺ ചെയ്യുന്നത്? 2 മൊമെന്റ് ഓഫ് ഫോഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്യുന്നത്. അപ്പൊ അവിടെ അതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം റിസൾട്ടന്റ് മൂന്നാമത്തെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. റിസൾട്ടന്റ് മൊമെന്റ് ഓഫ് ഫോഴ്സ്, മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയാമോ? എന്തായിരിക്കും റിസൾട്ടന്റ് മൊമെന്റ് ഓഫ് ഫോഴ്സ്? അതായത് 12 മൈനസ് 10 എന്ന് പറയുമ്പോഴത്തേക്കും 2 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഇത് മാത്രം നോക്കുമ്പോൾ ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ? ഇത് മാത്രം നോക്കുമ്പോൾ ഇത് നോക്കരുത്. ഇത് മാത്രം നോക്കുമ്പോൾ ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പം ഇങ്ങോട്ട് കറങ്ങുന്നത് എങ്ങനെ? ഇങ്ങോട്ട്. ഇനി ഈ ഫോഴ്സ് നോക്കല്ലേ, ഈ ഫോഴ്സ് മാത്രം നോക്കുവാണെങ്കിൽ ഇത് എങ്ങോട്ടാണ് കറങ്ങുന്നത്? ഇങ്ങോട്ട്. അപ്പോൾ ക്ലോക്ക് വൈസ്. മനസ്സിലായോ? ഇത് നോക്കുമ്പോൾ ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞ് വേണം നോക്കാൻ. ഇത് നോക്കുമ്പോൾ ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞ് വേണം നോക്കാൻ. രണ്ടും കൂടെ നോക്കുമ്പോൾ ശരിക്കും ഇവിടെ 10 ന്യൂട്ടൺ മീറ്റർ, ഇവിടെ 10 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്. പക്ഷേ എവിടാണ് 2 ന്യൂട്ടൺ മീറ്റർ കൂടി നിൽക്കുന്നത്? ഇവിടെ. അപ്പോൾ കൂടി നിൽക്കുന്നിടത്തോട്ടേ ഇത് ടേൺ ചെയ്യത്തുള്ളൂ.
മനസ്സിലായോ? മനസ്സിലായോ? മിഷേലിന് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. സനയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തൽക്കാലത്തേക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 12, 17th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതിക്ക്. 5 മിനിറ്റാണ് സമയം ഞാൻ തന്നിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. 5 മിനിറ്റിനുള്ളിൽ എനിക്ക് സാധനം കിട്ടണം. സർ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ സാറിന്റെ ടെക്സ്റ്റിലെ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? അതായത് 11ാമത്തെ പേജില് 4ാമത്തെ ക്വസ്റ്റ്യൻ. ന്യൂമറിക്കൽസ് എന്ന ഹെഡിങ് ഇല്ലേ? എന്റെ ടെക്സ്റ്റിനകത്ത് അത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം ഇവിടെ ഈ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ടെക്സ്റ്റ് ആണ്. അപ്പൊ അത് ചിലപ്പോ ഈ മിഷേലിൽ ഇരിക്കുന്ന ചിലപ്പോ പഴയ ടെക്സ്റ്റ് ആയിരിക്കും. പഴയ ടെക്സ്റ്റ് ആണോ? അല്ല പുതിയതാ. അപ്പൊ നിങ്ങളുടെ പഴയതാ. നിങ്ങളുടെ പഴയ. ഓക്കെ. അപ്പൊ ഇവരുടെ പഴയ ടെക്സ്റ്റ്. അപ്പൊ അതിനനുസരിച്ച് നമ്പർ വ്യത്യാസമുണ്ട്. അല്ല അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ 12, അതായത് യൂണിഫോം മീറ്റർ റൂൾ ഓഫ് മാസ് 100 gram ഈസ് ബാലൻസ്ഡ് അറ്റ് ഫൾക്രം അറ്റ് മാർക്ക് 40 centimeter. ആ ക്വസ്റ്റ്യൻ. അതായത് നിങ്ങളുടെ ഈ എക്സസൈസിന്റെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ അത്? 19th. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. എ യൂണിഫോം മീറ്റർ റൂൾ ഓഫ് മാസ് 100 gram ഈസ് ബാലൻസ്ഡ് അറ്റ് ഫൾക്രം അറ്റ് മാർക്ക് 40 by suspending an unknown mass m at the mark 20. Find the value of m. അത് ആ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കേട്ടോ? സർ അത് ഞങ്ങൾക്ക് 17th തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ. അതൊന്ന് ട്രൈ ചെയ്തോ. 5 മിനിറ്റ് ആണ് സമയം. പെട്ടെന്ന് എഴുതിയിട്ട് ട്രൈ ചെയ്ത് പെട്ടെന്ന് ഫാസ്റ്റ്.
എൻ്റെ കൂടെ ശ്രദ്ധിച്ചോ. അയ്യോ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ അറിയത്തില്ല നിങ്ങൾ എങ്ങനെ? ഇത് ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. മിഷേലിന് കിട്ടിയോ? ആദ്യത്തെ 3 പാർട്സ് കിട്ടി. ആദ്യത്തെ 3 പാർട്ട് കിട്ടി. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നോക്കാം. സനയ്ക്ക് കിട്ടിയോ? ആദ്യത്തെ കിട്ടി. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു എന്താണ് യൂണിഫോം മീറ്റർ റൂൾ ഉണ്ട്. അതായത് ഒരു സ്കെയിൽ. ഈ സ്കെയിലിനെ എവിടെ വെച്ചിട്ട് ബാലൻസ് ചെയ്തിരിക്കുക? ആ സ്കെയിലിന്റെ മാസ് എന്ന് പറയുന്നത് എത്ര? 100 ഗ്രാം. അപ്പം ഇത് 0, ഇത് 100 സെന്റിമീറ്റർ അല്ലേ? അപ്പം ഇതാണ് 50 സെന്റിമീറ്റർ ആണോ? ആണ്. 50 സെന്റിമീറ്ററിലെ പകുതിക്കല്ലേ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മാസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മാസ് തന്നെ ഇങ്ങോട്ടാണ്. അത് 100 ഗ്രാം ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ 40 സെന്റിമീറ്റർ മാർക്കിൽ അതിനെ എന്ത് ചെയ്തിരിക്കുക? ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 40 സെന്റിമീറ്റർ മാർക്കിൽ അവരെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. സസ്പെൻഡിങ് എ മാസ് ഓഫ് എത്രയാണ്? m at 20 സെന്റിമീറ്റർ. ഇതപ്പം 40 സെന്റിമീറ്റർ ആണ്. ഇപ്പം ഇത് 10, 20 സെന്റിമീറ്ററിൽ 20 സെന്റിമീറ്ററിൽ എന്ത് തൂക്കിയിട്ടിരിക്കുകയാണ്? ഏതോ ഒരു മാസ് m തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? എനിക്ക് ഈ മാസ് m കണ്ടുപിടിക്കണം. മാസ് m കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞ എന്താ? ഇത് ഇങ്ങോട്ടും വേണേ തിരിയാം, ഇങ്ങോട്ടും വേണേ തിരിയാം. എങ്ങോട്ട് തിരിയാന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം അത് നമുക്ക് നോക്കാം. അപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് അനുസരിച്ച് എന്താ? അതായത് സം ഓഫ് ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ആന്റി ക്ലോക്ക്വൈസ്, അല്ലെ ആന്റി ക്ലോക്ക്വൈസ് ഈസ് ഈക്വൽ ടു ക്ലോക്ക്വൈസ് അല്ലേ? അപ്പം ക്ലോക്ക്വൈസ് മൊമെന്റ് ഈസ് ഈക്വൽ ടു എന്താ? സം ഓഫ് ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ക്ലോക്ക്വൈസ് മൊമെന്റ് കണ്ടുപിടിക്കാൻ എന്താ? ഫോഴ്സ് ഇൻറ്റു എന്താണ്? ഫോഴ്സ് ഇൻറ്റു എന്താ? അവിടുത്തെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താ? ഫോഴ്സ് ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് ആണോ? ആണ്. അപ്പം ഇവിടത്തെ മാസ് എന്നത്, ഇവിടത്തെ വെയിറ്റ് mg എന്ന് വേണം. ഇവിടുത്തെ ഫോഴ്സ് എന്താ? mg ആയിരിക്കണം. കാരണം മാസ് മാത്രം എടുത്തിട്ട് കാര്യമില്ല. കാരണം എന്താ? വെയിറ്റ് എന്ന് പറയുന്നതാണ് ഫോഴ്സ് അല്ലേ? വെയിറ്റ് എന്ന് പറയുന്നതാണ് ഫോഴ്സ്. അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി, അഥവാ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി തന്നെയാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ നമുക്ക് എന്തെന്ന് എടുക്കാം? ഇവിടത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m ഇൻറ്റു ജി ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് നോക്കിയേ, ഇത്ര എന്ന് പറഞ്ഞാൽ എന്താ? 40 - 20 അല്ലേ? ഇല്ല എണ്ണി എടുക്കാൻ 20 എന്ന് എടുത്താൽ മതി. ഓക്കെ, ഈസിക്കൽ ടു ഇവിടത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എത്ര? ഇവിടുത്തെ ഫോഴ്സ്, അതിന്റെ വെയിറ്റ് എന്താ തന്നിരിക്കുന്നത്? മാസ് ആണോ തന്നിരിക്കുന്നത്? ഇവിടെ
ഓക്കെ. ഓക്കെ, അവിടെ മാസ് ആണ് തന്നിരിക്കുന്നത്, പക്ഷെ അവിടുത്തെ വെയിറ്റ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? അവിടെ എന്ത് തന്നെയാ? മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ് ഇല്ലേ? ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? എത്രയാ? ഏതാണ്ട് ഇത്രയും അല്ലേ? എത്രയാ? 10 ആണല്ലോ. അപ്പം നോക്കി, ഇവിടുത്തെ ഗ്രാവിറ്റിയും വെട്ടിപ്പോയി, ഇവിടുത്തെ ഗ്രാവിറ്റിയും വെട്ടിപ്പോയി. ഇവിടുത്തെ മാസ് ഇൻറ്റു ഇവിടെ നോക്കി 40 - 20 20 ഈസിക്വൽ ടു ഇവിടുത്തെ മാസ് എത്ര? ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നതിന്റെ മാസ് എത്രയാ? തൂക്കിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തൂക്കിയിട്ടിരിക്കുകയല്ല, അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് 100 × 10 ആണോ? അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ഇവിടെ വെച്ച് തന്നെ വെട്ടിയിട്ട് ഇത് 2 ആക്കാം. അങ്ങനെയാണ് m ഈസിക്വൽ ടു 2 താഴെ കൊണ്ടുവരുമ്പോൾ 100/2 വിച്ച് വിൽ ബി ഈസിക്വൽ ടു എന്താ? 50 ഗ്രാം. മനസ്സിലായോ? അപ്പം ഈ മാസ് എന്താ? മാസ് 50 ഗ്രാം. മനസ്സിലായോ? നീ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല, നീ ഇവിടെ ഇല്ല. എന്നാൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അപ്പോൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആ ഓക്കെ. അവിടുത്തെ ഫോഴ്സ് എന്താ? അതെന്താ mg ആയത്? അതെന്തോ മാസും വെയിറ്റും? എടാ, ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ആണ് അവിടെ. മനസ്സിലായി? അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുമ്പോൾ m × g ആ. മനസ്സിലായോ? ഇവിടുത്തെ എന്ത് തന്നെ എടുക്കണം, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെയിറ്റ് m × g ആണ്. ഇങ്ങനെയാണോ ചെയ്യുന്നത് മിഷേൽ? അതെ സർ. ഓക്കെ, സന ഇങ്ങനെയാണോ ചെയ്തേ? കുറച്ച് ഡിഫറെന്റ് ആണ്, സെയിം ഇതേപോലെ തന്നെ ചെയ്തത്. ഓക്കെ. ഇനി നോക്കിയോ രണ്ടാമത്തെ ചോദ്യം. അവരെന്താ ചോദിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഏതാ? അതായത് ഈ വെയിറ്റിനെ ഞാൻ 10 സെന്റിമീറ്ററോട്ട് മാറ്റിയാൽ, അതായത് ഈ വെയിറ്റിനെ 10 സെന്റിമീറ്ററോട്ട് മാറ്റിയാൽ, ഈ മാസിനെ, ഈ മാസം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 50 ഗ്രാമാണ് കിട്ടിയത്. ഈ 50 ഗ്രാമിനെ 10 സെന്റിമീറ്റർ ഇതിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ശരിക്കും ഇത് ഇങ്ങനെ പോവുമോ അതോ ഇങ്ങനെ പോവുമോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? അതെങ്ങനെ മനസ്സിലാവും? അപ്പം നോക്കിയോ, ഇവിടുത്തെ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? 10 20 30 അല്ലേ? ഇവിടെ 30 ആണോ? ഇവിടെ 50. 30 × 50 എത്രയാ? 1500 ആണ് അവിടുത്തെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണോ? എന്നാൽ ഇത് നോക്കി, ഇവിടെ 10 × 100 10 × 100 എന്ന് പറയുമ്പോൾ എത്ര? 1000 ഉള്ളൂ. എവിടാ കൂടി നിൽക്കുന്നത്? അപ്പം അവന്റെ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് പോകുന്നത്. മൊമെന്റ് ഓഫ് ഫോഴ്സ് കൂട്ടി നോക്കുമ്പോൾ എങ്ങോട്ടാണോ കൂടുതൽ ആ ഡയറക്ഷനിലായിരിക്കും അത് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിലും അതുപോലെ പറഞ്ഞതാണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് റൂൾ വിൽ ടിൽറ്റ് ടുവേർഡ്സ് എന്താ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? ആണ്. ഇനി എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? റിസൾട്ടന്റ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. നേരത്തെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിച്ചത്? കൂടിയത് ആരാണോ മൈനസ് കുറഞ്ഞതാരോ. ഓക്കെ ആണല്ലോ. അപ്പം അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അതായത് ഈ 10 സെന്റിമീറ്ററിലോട്ട് മാറ്റി വെക്കുമ്പോഴത്തെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ ഇപ്പം ഇവിടെ അല്ലേ, ഇപ്പം എവിടെ ഇതിരിക്കുന്നത്? 10 സെന്റിമീറ്ററിലോട്ട് മാറ്റി വെച്ചു, അപ്പോഴുള്ള മൊമെന്റ് ഓഫ് ഫോഴ്സ് റിസൾട്ടന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ള റിസൾട്ടന്റ് എന്തായിരിക്കും? നോക്ക് എന്താ നോക്കിയോ. ഇവിടെ മൂന്നാമത്തെ ഇവിടെ നോക്കിയോ, ഇവിടെ കൂടിയതാരാ? ഇപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ 10 കൊണ്ടുവച്ചപ്പോൾ കൂടിയതാരാ? ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസാ. അപ്പൊ റിസൾട്ടന്റ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? റിസൾട്ടന്റ് ഈസിക്വൽ ടു എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് മൈനസ് എന്താ? ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലേ? ആന്റി ക്ലോക്ക് വൈസ് ഇവിടെ എത്ര വരുന്നത്? 1500 ആണ്. മൈനസ് ക്ലോക്ക് വൈസ് ഇവിടെ എത്ര വരുന്നത്? 1000 ആണ്. ആണ്. അതെന്തുകൊണ്ടാ? അതെങ്ങനെ 1500 വന്നേന്നറിയാമോ? അവിടുത്തെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. ഇവിടുത്തെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇവിടെ 1500 വരും, മൈനസ് 1000 വരും, ഈസിക്കൽ എത്ര വരും? 500 എന്ന് വരും. 500 നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ന്യൂട്ടൺ മീറ്ററിലാണ് കണ്ടുപിടിച്ചത്. നിങ്ങളുടെ ആൻസർ എന്താ കിടക്കുന്നത്? ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാലും 500 ന്യൂട്ടൺ അത് തന്നെ കറക്റ്റാ. ഗ്രാം ഫോഴ്സിന് കുഴപ്പമില്ല. ഇനി അതിൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതല്ലേ കൂടി നിൽക്കുന്നത്? ആന്റി ക്ലോക്ക് വൈസ്.
അടുത്തത് തന്നെ ചെയ്തു, നാലാമത്തെ തന്നെ ചെയ്തേ, പെട്ടെന്ന് പെട്ടെന്ന്. ചെയ്യത് ആലോചിച്ച് ഇതെന്ത് ചുമ്മാ ഇരിക്കുന്നു, എന്ത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? പെട്ടെന്നാട്ടെ. 50 ഗ്രാം വെയിറ്റ് ഉപയോഗിച്ചിട്ട് അതിനെങ്ങനെ ബാലൻസ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടാ? അതായത് ഹൗ ക്യാൻ ഇറ്റ് ബി ബാലൻസ്ഡ് ബൈ അനദർ മാസ് ഓഫ് 50 ഗ്രാം. എങ്ങനെ സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ സെന്ററിൽ മാസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ എങ്ങനെയാ നിൽക്കുന്നത്? ഇപ്പൊ നിൽക്കുന്നത് എങ്ങനെ? അതായത് 40 സെന്റിമീറ്ററിൽ ഇത് വെയിറ്റ് ഹാങ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ ആക്ച്വൽ വെയിറ്റ് 100 സെന്റിമീറ്റർ അല്ല 100 ഗ്രാം താഴോട്ട് ആക്ട് ചെയ്യുന്നു. ഇപ്പം ഇത് 10 സെന്റിമീറ്റർ മാർക്കിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 10 സെന്റിമീറ്റർ മാർക്കിൽ എത്ര? 50 ഗ്രാം തൂക്കിയിട്ടിരിക്കുന്നു. ഇതാണ് കണ്ടീഷൻ ഇപ്പോഴത്തെ, ഇല്ലേ? അപ്പം ഇത് ഇൻറ്റു ഇത് ചെയ്തപ്പോഴാണ് ഇവിടുന്ന് ഇവിടം വരെ എത്രയാ? 30 സെന്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇവിടം വരെ എത്രയാ? 10 സെന്റിമീറ്റർ ആണ്. ആണോ? ആണ്. ഇതിപ്പം ഇപ്പുറത്ത് 1500ഉം ഇപ്പുറത്ത് എത്രയാ? 1000 ഇല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എത്ര ആക്കണം? ഇപ്പുറത്ത് 1500, ഇപ്പുറത്ത് 1500, ഇപ്പുറത്ത് 1000 ആണ്. ഇത് രണ്ടും സെയിം ആക്കണം. എങ്ങനെ ആക്കാൻ പറ്റും? ഈ നടുക്ക് തന്നെ ഒരു 150 ആക്കിയാൽ പോരെ? ശരിയല്ലേ? നടുക്ക് 150 ആക്കുമ്പോൾ ഇവിടെ 10 ഇൻറ്റു 150 ആകും. 10 ഇൻറ്റു 150 എന്ന് പറയുമ്പോൾ എത്ര? 1500 ആണ്. അപ്പൊ ഇപ്പുറത്തും 1500 വരും, ഇപ്പുറത്തും 1500 വരും. 40 സെന്റിമീറ്ററിൽ അത് ബാലൻസ് ചെയ്ത് നിൽക്കും. നീ പറഞ്ഞത് തന്നെ. നടുക്ക് കൊണ്ട് വെച്ചാൽ പോലെ. ഇപ്പൊ ഇവിടെ എത്ര മാർക്ക്? ഇവിടെ നോക്കിയടാ. ഇപ്പം നോക്കിയേ, നീ ശ്രദ്ധിക്കുന്നില്ല, നീ ഇടയ്ക്കൊക്കെ വിട്ടു പോകുന്നുണ്ട്, അതാ നിന്റെ പ്രശ്നം. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇപ്പൊ എത്ര മക്കളെ? ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഫോഴ്സ് 500 ഇൻറ്റു 30 ആണോ? ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇപ്പൊ എത്രയാ? 100 ഇൻറ്റു 10 എത്രയാ? ഇത് 1500ഉം ഇവിടെ എത്ര? 1000 ആണ്. ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ എത്രയും കൂടെ വേണം? 500ഉം കൂടെ വേണം. 500 ആക്കാൻ വേണ്ടി 50 ഗ്രാം മാസ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ചെയ്യാൻ. എവിടെ കൊണ്ടുവെക്കും? ഇവിടെ കൊണ്ടുവച്ചാൽ പറ്റുമോ? അപ്പൊ നോക്കി, ഈ 100നെ മാറ്റിയിട്ട് ആ 100 ഉള്ളിടത്ത് തന്നെ 50ഉം കൂടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പൊ 150 ആയില്ലേ? അപ്പൊ 150 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1500 കിട്ടും. അപ്പൊ ഇപ്പുറത്തും 1500 ആയി, ഇപ്പുറത്തും 1500 ആയി. ഇതെന്തായി? മൊമെന്റ് ഓഫ് ഫോഴ്സ് രണ്ടിടത്തും ബാലൻസ്ഡ് ആണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവോ? ഇല്ല, ഈക്വൽ ആയിട്ട് നിൽക്കും. മനസ്സിലായോടെ? ആയോ? അപ്പൊ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ ആൻസറിന് അവിടെ എഴുതിയിരിക്കുന്നത് ബൈ സസ്പെൻഡിങ് എ മാസ് ഓഫ് 50 ഗ്രാം അറ്റ് ദ മാർക്ക് എത്രയാ? 50 സെന്റിമീറ്റർ. കൺസെപ്റ്റ് മനസ്സിലായോ?
ക്ലിയർ ആണോ സന, മിഷേൽ ക്ലിയർ ആണോ? ക്ലിയറാ സർ. ഓക്കെ ആണ് സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യൻ, എ യൂണിഫോം ഹാഫ് മീറ്റർ റൂൾ ക്യാൻ ബി ബാലൻസ്ഡ് അറ്റ് 29.0 സെന്റിമീറ്റർ മാർക്ക് വെൻ എ മാസ് 20 ഈസ് ഹങ് ഫ്രം ദി എൻഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതുവരെ ഇത് ധരിച്ചു വെച്ചിരിക്കുന്ന രീതിയൊക്കെ ഒത്തിരി തെറ്റായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആണോ മിഷേലെ? മിഷേൽ ആണോ? സനയൊക്കെ എന്തായിരുന്നു? ഇങ്ങനെ തന്നെയായിരുന്നോ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചത്? ന്യൂമറിക്കൽ ചെയ്യാൻ നിങ്ങൾ ഈ കൺസെപ്റ്റ് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. അല്ലാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കൺസെപ്റ്റ് ഒന്നും കൊണ്ടുവരണ്ട. നിങ്ങൾ ഈ കൺസെപ്റ്റ് വെച്ച് പഠിച്ചാൽ ന്യൂമറിക്കൽ എല്ലാം, ലോജിക്കും ന്യൂമറിക്കലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ ന്യൂമറിക്കലും കിട്ടും. മനസ്സിലായോ? നമ്മൾ പഠിച്ച ലോജിക്ക് എടുത്ത് ന്യൂമറിക്കലിനകത്ത് അപ്ലൈ ചെയ്യുക. അല്ലാതെ ചുമ്മാ ഇക്വേഷൻ കാണാൻ പഠിച്ചിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ സാധനം കിട്ടത്തില്ല. ബുദ്ധിയും കൂടെ പ്രയോഗിക്കണം, എന്നാലേ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ആ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തേ, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട്. സനയ്ക്കും മിഷേലിനും ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് കിട്ടിയോ? കിട്ടി സർ. ഓക്കെ, ഹാഫ് മീറ്റർ എന്ന് പറയുമ്പോൾ ഹാഫ് മീറ്റർ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മീറ്ററിൻ്റെ പകുതി. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ആയിരിക്കും സ്കെയില്. മനസ്സിലായോ? നേരത്തെ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് 100 സെൻറ്റിമീറ്റർ സ്കെയിലാണ്, അത് 1 മീറ്റർ സ്കെയിലാണ്. അതിൻ്റെ പകുതിയുള്ള ആ സ്കെയില്. ഇനി ആ സ്കെയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് വെച്ച് ചെയ്യണം. മനസ്സിലായോ?
ശ്രദ്ധിച്ചത് ചെയ്തേ. അപ്പൊ എന്താ, രണ്ട് സൈഡിലെയും മൊമെന്റ് ഓഫ് ഫോഴ്സ് അവിടെ ഇടുമ്പോൾ 29 ഇടുമ്പോൾ ഈക്വൽ ആണോ അല്ലയോ നോക്കിയാൽ മതി. അല്ല, യൂണിഫോം ഹാഫ് മീറ്റർ റൂൾ ക്യാൻ ബി ബാലൻസ്ഡ്. ക്യാൻ ബി ബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ 29 ബാലൻസ് ചെയ്യാൻ പറ്റും. എപ്പോഴാ? ഒരെൻഡില് 20 ഗ്രാം തൂക്കിയിട്ട് കഴിഞ്ഞാൽ ബാലൻസ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അതായത് ബാലൻസ് ഡ്രൈ ഡയഗ്രാം ഓഫ് ദിസ് അറേഞ്ച്മെന്റ്. ഫൈൻഡ് ദ മാസ് ഓഫ് ഹാഫ്. മാസ് കണ്ടുപിടിക്കണം. ചെയ്തോ? മിഷേലി ചെയ്തോ? സർ. ഓക്കെ. ഇതുവരെ കിട്ടിയില്ല.
നോക്കിയോ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നോക്കിയോ, ഇവിടെ എന്തോ അവർ പറഞ്ഞിരിക്കുന്നത്, എ യൂണിഫോം ഹാഫ് മീറ്റർ റൂൾ. ഹാഫ് മീറ്റർ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? 50 സെന്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇത് 0, ഇത് 50 സെന്റിമീറ്റർ ആണോ? അത് എത്രയല്ല ബാലൻസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എത്ര ബാലൻസ് ചെയ്തിരിക്കുന്നു? 29 സെന്റിമീറ്റർ. അപ്പം ഇതാണ് അതിൻ്റെ പകുതി, ഇത് 25 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 29 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെടുക്കാം, 29 സെന്റിമീറ്റർ. ഇതിൽ ബാലൻസ് ചെയ്യുക അല്ലേ? ഇതിലാണ് ബാലൻസ് ചെയ്യുന്നത്. ബാലൻസ് 20 ഓക്കെ. അപ്പോൾ ഇതിലാണ് നമ്മുടെ എഡ്ജ്, നൈഫ് എഡ്ജ് വെച്ചിരിക്കുന്നത് ആണോ? ഇനിയും ഇത് ബാലൻസ് ചെയ്യുന്നത് എപ്പോഴാണ് ബാലൻസ് ചെയ്യുന്നത്? 20 ഗ്രാം മാസ് എവിടെ ഹങ് ചെയ്യുമ്പോഴാണ്? ഒരെണ്ണിൽ എവിടെ ഹങ് ചെയ്യുന്നത്? ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഹങ് ചെയ്യുമ്പോഴാണോ ബാലൻസ് ആകുന്നത്? ഇവിടെ ഹങ് ചെയ്യുമ്പോഴാണ്. ബെസ്റ്റ്. നടുക്കല്ലേടാ ഇതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ശരിക്കും. അപ്പം ഇത് ഇവിടെ ഇപ്പം ഇതിൻ്റെ വെയിറ്റ് തന്നെ ഇവിടെ mg ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒന്നും ഇട്ടില്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം വെയിറ്റ് ഹാങ് ചെയ്തില്ലെങ്കിൽ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതിനെ നേരെ ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അല്ലേ വെയിറ്റ് ഹാങ് ചെയ്യേണ്ടത്? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാകുന്ന തെറ്റ്. ഇവിടെ ഒരു വെയിറ്റും ഹാങ് ചെയ്തിട്ടില്ല. നോക്കിയേ, ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചു. ഇവിടെ ഒരു വെയിറ്റും ഈ സൈഡിൽ ഹാങ് ചെയ്തിട്ടില്ല ഇപ്പം. ഓക്കെ. എന്നാലും ഇത് ഇങ്ങനെ ഇരിക്കത്തില്ല. അതായത് ഇത് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇത് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് mg വെയിറ്റ് ഈ സൈഡിലോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നേരെ ആക്കണം എന്ത് ചെയ്യണം? ഈ സൈഡിൽ വെയിറ്റ് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടല്ലേ പോകത്തുള്ളൂ. അപ്പോൾ ഈ സൈഡ് വേണം. അപ്പോൾ 20 സെൻറ്റിമീറ്റർ എവിടെയാണ് കിടക്കുന്നത്? 20 സെൻറ്റിമീറ്റർ ഈ സൈഡ് വേണം ഹാങ് ചെയ്യാൻ. ഓക്കെ. അതിൽ എത്ര ഹാങ് ചോദിച്ചിട്ടുണ്ട്? 1 എൻഡാണ്. എൻഡ് എന്ന് പറയുമ്പോൾ ഒരറ്റത്ത്. അപ്പം ഒരറ്റത്ത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് 50-ലായിരിക്കും കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഇവിടാണ് mg. അപ്പോൾ ഇനിയിപ്പോൾ മാസ് കണ്ടുപിടിക്കത്തില്ലയോ? ഇതാണ് ആ ഡയഗ്രാം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. മാസ് കണ്ടുപിടിക്കത്തില്ല, എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഫോഴ്സ്, അതായത് F ഇൻറ്റു ഡിസ്റ്റൻസ് ഈസിക്കൽ എന്താ? സം ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് ഈസിക്കൽ സം ഓഫ് ക്ലോക്ക് വൈസ് അല്ലേ? അത് എഴുതണം. ഇവിടെ F ഇൻറ്റു ഡി. ഇവിടുത്തെ F എന്ന് പറയുമ്പോൾ എന്താ? M ഇൻറ്റു ജി ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര? 25 29 കൂടെ എത്രയാണ്? 4 ആണ്. ഈസിക്കൽ ടു ഇവിടുത്തെ എന്താ? ഇവിടുത്തെ M ഇൻറ്റു ജി തന്നെയാണ്. ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 29 50 നമ്മുടെ ഡിസ്റ്റൻസ് എത്ര? 21 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഈ ജി ഇവിടുത്തെ കട്ട് ചെയ്ത് പോയി. അപ്പം M ഇൻറ്റു 4 ഈസിക്കൽ ടു മാസ് ഇവിടുത്തെ എത്രയാണ്? 20 ഇൻറ്റു 21. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടുന്ന് തന്നെ 5 വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെയാണ് M ഈസിക്കൽ എത്ര വരും? 5 ഇൻറ്റു 21 105 ഗ്രാം എന്ന് വരും. ഇതായിരിക്കും അതിൻ്റെ വെയിറ്റ്. ഏതിൻ്റെ വെയിറ്റാണ്? ആ റൂളറിൻ്റെ വെയിറ്റ് അല്ല, മാസ്. ക്ലോക്ക് വൈസ് മൂവ്മെന്റ് ഈസിക്കൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ് അത് ആദ്യം കൊടുക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അതിന്റെ മാസ് കണ്ടുപിടിച്ച് അതിന്റെ ഡയഗ്രാം വരച്ചു. ഇനി എന്താ? ഇൻ വിച്ച് ഡയറക്ഷൻ വുഡ് ദ ബാലൻസിംഗ് പോയിന്റ് ഷിഫ്റ്റ് ഇഫ് 20 സെന്റിമീറ്റർ മാസ് ഷിഫ്റ്റഡ് ഇൻസൈഡ് ഫ്രം ഇറ്റ്സ് വൺ എൻഡ്. അതായത് ഈ 20 മീറ്ററിനെ, ഈ 20 ഗ്രാമിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് ഇത് ഡയറക്ഷൻ മാറുമെന്ന്, എങ്ങോട്ടേക്ക് മാറുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ വുഡ് ദ ബാലൻസിംഗ് പോയിന്റ് ഷിഫ്റ്റ് ഈ 20 ഗ്രാം. ഓക്കെ, അതായത് ഈ 20 ഗ്രാമിനെ അകത്തോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാലൻസ് പോയിന്റ് എങ്ങോട്ട് മാറ്റണം? ഇങ്ങോട്ട് മാറ്റണോ?
ഇങ്ങോട്ട് മാറ്റിയാലല്ലേ ഇത് ഇങ്ങോട്ട് വരും തോറും എന്താ സംഭവിക്കുന്നത്? ഇവിടത്തെ വെയിറ്റ് കൂടി കൂടി വരിക. അപ്പോൾ ഇങ്ങോട്ടേക്കാവും. അങ്ങോട്ടേക്കാവരുതെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടത്തെ വെയിറ്റ് കൂട്ടണം. ഇവിടത്തെ വെയിറ്റ് കൂട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടുത്തെ വെയിറ്റ് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, mg ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങോട്ടേക്ക് നീക്കിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ 2/25 സെന്റിമീറ്റർ, അതാണ് അതിൻ്റെ ഇത്. 2/25 സെന്റിമീറ്റർ. കൺസെപ്റ്റ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയാം. സനയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, മിഷേലിന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണ്. ഞാനൊരു 4 ഹോംവർക്ക് തരട്ടെ, ചെയ്യാമോ? 4 ഹോംവർക്ക് നമ്പർ പറയുന്നത് അൺസോൾഡ് തന്നെ തരാം. അതായത് നമ്മൾ നേരത്തെ ന്യൂമറിക്കലിന് എഴുതിയതിനകത്ത് ഏതൊക്കെയാണ്? 4ഉം 5ഉം, 3ഉം 4ഉം 5ഉം, 4ഉം 5ഉം. ഓക്കെ, അതിനകത്തെ 7, 8, 9, 10 ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യണം. 7, 8, 9, 10 അറിയാത്ത നമ്മൾ ഡിസ്കസ് ചെയ്യും. സാർ ക്വസ്റ്റ്യൻ പറയാമോ? അതായത് അതിന്റെ